MS ലിഷോയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, TN പ്രതാപന്റെ 93,000 വോട്ടിന്റെ ഭൂരിപക്ഷം, അവിടേക്ക് ഇത്തവണ മത്സരിക്കുന്നത് പ്രമുഖർ VS സുനിൽകുമാർ, K മുരളീധരൻ, സുരേഷ് ഗോപി. ഈ 3 പേരും 3 വമ്പന്മാർ കൊമ്പന്മാർ തൃശ്ശൂരിൽ തിടമ്പേറ്റ് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ അങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ആർക്കൊപ്പമായിരിക്കും അവിടുത്തെ വോട്ട് ഇട്ട അവരുടെ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ വിധി എന്നത് ഏറ്റവും പ്രധാനമാണ്. ആർക്കായിരിക്കും തലപ്പൊക്കം അവസാന അളവിൽ എന്നതിന്റെ ആനയുടെ തലപ്പൊക്കവുമില്ലാതെ എന്ത് തൃശ്ശൂർ പൂരപ്പറമ്പ് പൂരം കൊട്ടിക്കയറുകയാണ്, കയറാൻ പോവുകയാണ്. പറയൂ. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആരാണ് തലയെടുപ്പോട് കൂടി തൃശ്ശൂരിൽ നിൽക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആ 3 സ്ഥാനാർത്ഥികൾക്ക് പോലും അതിൽ വലിയ ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്. എല്ലാവരും പുറമേക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ പോലും ഉള്ളിൽ തീയാണ്, ഉള്ളിൽ ചങ്കിടിപ്പ് വർദ്ധിക്കുകയാണ്. കാരണം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം നല്ല ബലാബലം നടന്ന മത്സരം, എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം നടന്ന മണ്ഡലം, അതായത് എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം നടന്നത്. 3 നിയമസഭാ മണ്ഡലങ്ങൾ CPIയുടെ കയ്യിലും ബാക്കി 4 CPMന്റെ കയ്യിലുമുള്ള മണ്ഡലം. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം തൂത്തുവാരി TN പ്രതാപൻ മുന്നോട്ട് വന്നപ്പോൾ ജില്ലയിലുണ്ടായിരുന്ന 3 മന്ത്രിമാരുടെ ഈ മണ്ഡലങ്ങളിലാണ് വലിയ തോതിൽ പിന്നോട്ട് പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടായത്. എന്തായാലും ഇത്തവണ വലിയ പോരാട്ടം തന്നെ നടക്കുന്ന തൃശ്ശൂരിൽ ഈ K മുരളീധരൻ തന്നെ അല്പസമയം മുമ്പ് പറഞ്ഞത് 3 മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് ഒരുപക്ഷെ നേരിയ പിന്നോട്ട് പോക്ക് വേണ്ടി വരുമെന്നുള്ളതാണ്. പക്ഷേ അതുപോലെ തന്നെ LDFന്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് അവർക്ക് 7 മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം നടത്താൻ കഴിയും. തൃശ്ശൂരിൽ പക്ഷേ ഒരുപക്ഷെ പിന്നോട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ പിന്നോട്ട് പോകേണ്ടി വരുമെന്നൊരു ആശങ്ക അവരും പ്രകടിപ്പിക്കുന്നു. പക്ഷേ BJP ആകട്ടെ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് സ്വാധീനമുള്ള പല മേഖലകളിലും, പ്രത്യേകിച്ചും തൃശ്ശൂർ മണ്ഡലത്തിലാണ് ഏറ്റവും അധികം BJPക്ക് മുൻതൂക്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അവിടെയും അതുപോലെ തന്നെ പുതുക്കാടും ഇരിങ്ങാലക്കുടയിലും ഗുരുവായൂരും ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ ശക്തമായ വോട്ടിംഗ് നടന്നു. അതായത് ശക്തമായ രീതിക്ക് തങ്ങൾക്ക് വോട്ട് ലഭിക്കുമെന്നുള്ളൊരു ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആരും ആത്മവിശ്വാസം കൈവിടുന്നില്ല. പക്ഷേ ആർക്കും അമിത ആത്മവിശ്വാസവുമില്ല. എല്ലാവരുടെയും ഉള്ളിൽ ചങ്കിടിപ്പ് വർദ്ധിക്കുകയാണ്. ഇനി എന്തായാലും 8 മണിയോടുകൂടി കൃത്യമായി പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങും. അതിനുശേഷം 8:30 EVM എണ്ണി തുടങ്ങും. അല്പസമയത്തിനകം സ്ഥാനാർത്ഥികൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ശരി.